ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 2025 ഡിസംബർ 25 ലോകമെങ്ങും ആഘോഷിക്കപ്പെടുന്ന ക്രിസ്മസിൻ്റെ സുദിനത്തിലേക്ക് വരികയാണ്. സകല മനുഷ്യർക്കും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷമെന്നാണ് യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് മാലാഖമാർ ഉദ്ഘോഷിച്ചത്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം എന്ന് അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാലാഖമാർ പറയുവാനിടയായി. കഴിഞ്ഞ വർഷം ഇവർ പറയുന്ന ക്രിസ്മസ് സന്ദേശം എന്ന ഒരു ലഘുലേഖ ഞാൻ ദൈവകൃപയിൽ ആശ്രയിച്ച് പ്രസിദ്ധീകരിക്കാനിടയായി. അതിൽ ക്രിസ്മസ് കാലഘട്ടത്തിൽ ചിന്തനീയമായിരിക്കുന്ന 8 കാര്യങ്ങളിലൂടെ ക്രിസ്മസിനോടുള്ള ബന്ധത്തിലുള്ള ചില സന്ദേശങ്ങളാണ് ആ ലഘുലേഖയിൽ പ്രതിപാദിച്ചത്. മറിയത്തിന് എന്താണ് പറയാനുള്ളത്? ജോസഫിൻ്റെ ജീവിതത്തിൽ നിന്ന് എന്താണ് അനുകരിക്കാനുള്ളത്? നക്ഷത്രത്തിന് എന്താണ് നമ്മോട് സൂചിപ്പിക്കാനുള്ളത്? ക്രിസ്മസ് കാരലിൻ്റെ അർത്ഥം എന്താണ്? കാലിത്തൊഴുത്ത് കാണിക്കുന്നത് എന്താണ്? ആട്ടിടയന്മാർക്ക് ദൂതന്മാർ നൽകിയ ലൊക്കേഷൻ മാപ്പ് എങ്ങനെയാണ്? ജ്ഞാനികൾ അഥവാ വിദ്വാൻമാർ, അവർക്ക് എന്താണ് പറയാനുള്ളത്? ഏറെ അത്ഭുതകരമായാണ് മാലാഖമാർക്ക് എന്താണ് പറയാനുള്ളത്. അങ്ങനെ ഒരു ലഘുലേഖ പ്രസിദ്ധീകരിക്കുവാനിടയായി. ധാരാളം പേർ അത് വായിച്ചു. ഈ വർഷവും ആ ലഘുലേഖ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും എറണാകുളത്തും പാലക്കാടുമൊക്കെ വിതരണം ചെയ്യുവാൻ ദൈവമിടയാക്കി. എന്നാൽ നിങ്ങളുടെ മുമ്പിൽ ഞാനായിരിക്കുന്നത് അതിൽ വിദ്വാൻമാർ ദൈവത്തിന് കൊടുത്ത, കർത്താവിന് കൊടുത്ത 3 സമ്മാനങ്ങളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് വായിക്കാം. മത്തായി സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ ആദ്യ ചില വാക്യങ്ങളൊന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഹെറോദോ രാജാവിൻ്റെ കാലത്ത് യേശു യഹൂദയിലെ ബെത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ ജെറുസലേമിൽ എത്തി. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കണ്ട് കിഴക്ക് കണ്ട് അവനെ നമസ്കരിക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹെരോദ രാജാവ് അത് കേട്ടിട്ട് അവനും യെരൂശലേം മുഴുവനും ഭ്രമിച്ചു. ജനത്തിൻ്റെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും എല്ലാം കൂട്ടിവരുത്തി ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നത് എന്ന് അവരോട് ചോദിച്ചു. അവർ അവനോട്, യഹൂദയിലെ ബെത്ലഹേമിൽ തന്നെ. യഹൂദദേശത്ത് ബെത്ലഹേമേ, നീ യഹൂദ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. എൻ്റെ ജനമായ ഇസ്രായേലിനെ മേയ്ക്കുവാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും.
എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഹെരോദാവ് വിദ്വാൻമാരെ രഹസ്യമായി വിളിപ്പിച്ച് നക്ഷത്രം വെളിവായ സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു. അവർ ബെത്ലഹേമിലേക്ക് അയച്ചു. നിങ്ങൾ ചെന്ന് ശിശുവിനെക്കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിക്കുവിൻ. കണ്ടെത്തിയാൽ ഞാനും അവനെ ചെന്ന് നമസ്കരിക്കേണ്ടതിന് വന്ന് എന്നെ അറിയിക്കുവിനെന്ന് പറഞ്ഞു. രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു. അവർ കിഴക്ക് കണ്ട നക്ഷത്രം യേശു ഇരിക്കുന്ന സ്ഥലത്തിന് മീതെ വന്നു നിൽക്കുവോളം അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യധികം സന്തോഷിച്ചു. ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടെ കണ്ടു വീണവനെ നമസ്കരിച്ചു. നിക്ഷേപ പാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും കുന്തിരിക്കും മൂരും കാഴ്ചവെച്ചു. ഹെരോദാവിൻ്റെ അടുക്കൽ മടങ്ങിപ്പോകരുതെന്ന സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് അവർ വേറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. വളരെ ചിന്തനീയമായിരിക്കുന്ന ഒരു സംഭവമാണ് മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയത്. അവിടെ 3 പേർ വന്നു എന്നല്ല അവിടെ രേഖപ്പെടുത്തിയത്. ഇസ്രായേൽ എന്ന് പറയുന്ന സ്ഥലം, രാജാവിൻ്റെ നഗരം, അപ്പത്തിൻ്റെ നാട്, അത് ഭ്രമിച്ചു വശാകണമെങ്കിൽ 3 പേര് വന്നതുകൊണ്ടല്ല. 3 കൂട്ടം കാര്യങ്ങളാണ് അവർ സമർപ്പിച്ചത് എന്നുള്ള സത്യമാണ്. പക്ഷെ അവരുടെ കൂട്ടത്തിൽ ഒരു വലിയ കൂട്ടം ജനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. വേദപണ്ഡിതന്മാർ പറയുന്നൊരു 100ഓളം പേരുണ്ട് എന്ന്. അവരുടെ യാത്രയ്ക്ക് ആവശ്യമായ ഭക്ഷണം, വെള്ളം, സാധന സാമഗ്രികൾ, അവർക്ക് വിശ്രമിക്കാനുള്ള കൂടാരങ്ങൾ, അങ്ങനെയെല്ലാം നോക്കിയാൽ ഒരു വലിയ ഒരു കൂട്ടമാണ് വന്നത്. അവർ വന്നിട്ട് ഹെരോദാവിനെ കണ്ടു. ഹെരോദാവ് ആകെ ഭ്രമിച്ചു. ഹെരോദാവ് അവിടെയുള്ള പുരോഹിതന്മാരെയും ദൈവവചനത്തിൽ അറിവുള്ളവരെയും വിളിച്ചു. എന്നിട്ട് ചോദിച്ചു. അവരൊരു ചോദ്യം ചോദിക്കുന്നല്ലോ, ഇസ്രായേലിന് രാജാവായി പിറന്നവൻ എവിടെയെന്നാണല്ലോ അവർ ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇസ്രായേലിൻ്റെ വാഗ്ദത്ത രാജാവ് എവിടെയാണ് ജനിക്കുന്നത്? ജെനുവിൻ ക്വസ്റ്റ്യൻ. യേശുക്രിസ്തുവിന് മാത്രം അവകാശപ്പെട്ടതായൊരു പ്രത്യേകതയാണ് താൻ എവിടെ ജനിക്കുമെന്നും എങ്ങനെ ജീവിക്കുമെന്നും എങ്ങനെ മരിക്കുമെന്നും എങ്ങനെ ഈ ഭൂമിയിലേക്ക് തിരിച്ചു വരുമെന്നും എങ്ങനെ വിധികർത്താവായി മാറുമെന്നും യേശുക്രിസ്തുവിൻ്റെ ജീവിതവും മരണവും പുനരുത്ഥാനവും എല്ലാം മുൻകൂട്ടി പ്രവചിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. അതുപോലെ ഈ ലോകത്തിൽ ഈ ഭൂമിയിലേക്ക് വന്ന ആർക്കും അങ്ങനെ സംഭവിച്ചിട്ടില്ല. പ്രാകൃതമായ പല സങ്കല്പങ്ങളും ഉണ്ടെങ്കിലും ഇത്രയും കൃത്യതയോടെ സംഭവിച്ച കാര്യം യേശുക്രിസ്തുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വിദ്വാൻമാർ എന്നാണ് മലയാളത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വേദപണ്ഡിതന്മാരോട് ചോദിച്ചാൽ അഡ്വൈസേഴ്സ് അല്ലെങ്കിൽ വാനലോക ശാസ്ത്രജ്ഞർ അല്ലെങ്കിൽ പുരോഹിത ഗണത്തിൽപ്പെട്ടവർ അല്ലെങ്കിൽ പിന്നീട് രാജാക്കന്മാർ
എന്നൊക്കെയൊരു പല ലക്ഷണങ്ങളും അവരെക്കുറിച്ച് പറയുന്നുണ്ട്. അവർ വന്ന് ബെത്ലഹേമിലെത്തിയപ്പോൾ അവർക്ക് മനസ്സിലായി രാജാവായി പിറന്നവനെ ഒരു നക്ഷത്രം കണ്ട് അനുഗമിച്ച അവർക്ക് അവരുടെ ചിന്താസരണിയിൽ ഉണ്ടായത് രാജാവ് പിറക്കണമെങ്കിൽ രാജകൊട്ടാരത്തിലായിരിക്കുമല്ലോ. അതുകൊണ്ടാണ് അവിടെയുള്ള രാജകൊട്ടാരത്തെ തേടി അവർ പോയത്, ഹെറോദാവിനോട് ചോദിച്ചത്. ഹെറോദാവ് വിവരമുള്ളവനായതുകൊണ്ട് പുരോഹിതന്മാരെയും ബൈബിൾ സ്കോളേഴ്സിനും വിളിച്ചു. തിരുവെഴുത്തുകളെക്കുറിച്ച് അറിയുന്ന വ്യക്തികളെ വിളിച്ചപ്പോൾ അവർ മണിമണി പോലെ ആൻസർ പറഞ്ഞു. അതായത് ബെത്ലഹേം, എഫ്രാത്ത, അവിടെയാണ് തൻ്റെ ജനത്തെ നയിക്കുവാനുള്ള രാജാവ് വന്ന് പിറക്കുന്നത്. അത് കേട്ട മാത്രമല്ല അവർക്ക് സന്തോഷമുണ്ടായി. വഴി തെറ്റിപ്പോയി എന്ന് ചിന്തിച്ചെങ്കിലും ഹെറോദാവിനൊരു കുബുദ്ധി ഉണ്ടായിരുന്നു. അവർ കൃത്യമായി നക്ഷത്രം കണ്ട സമയം ചോദിച്ചറിഞ്ഞു. ആ സമയം കാൽക്കുലേറ്റ് ചെയ്ത ഹെറോദാവ് 2 വയസ്സിന് താഴെയുള്ള കുട്ടികളെ മുഴുവൻ, ആൺകുഞ്ഞുങ്ങളെ മുഴുവൻ കൊല്ലുവാനായിട്ട് ഒരു തീരുമാനമെടുത്തു, ആജ്ഞ പുറപ്പെടുവിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ലക്ഷ്യവും നഷ്ടപ്പെട്ടു പോയാൽ അതിന് ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാവും. അതാണ് ഇവിടെ 2 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ഒരു മാസാക്രിൽ, ഒരു കുട്ടികളുടെ മരണത്തിൽ കലാശിച്ചത്. പുറത്തിറങ്ങിയ വഴി അവർക്ക് നക്ഷത്രത്തെ കാണാൻ പറ്റി. അവരത്യധികം സന്തോഷിച്ചു. അങ്ങനെ അവിടെ ചെന്നു. അവർ അവിടുന്ന് പുറപ്പെട്ടു. അവർ പുറപ്പെട്ടെത്തിയത് എവിടെയാണെന്നറിയാമോ? ഒരു വീട്ടിലെത്തിയത്. നമ്മൾ പലപ്പോഴും ക്രിസ്മസ് ടൈമിൽ ക്രിബ് ഉണ്ടാക്കാറുണ്ട്, പുൽക്കൂട്. ആ പുൽക്കൂട് കാലിത്തൊഴുത്തിനെ പ്രതിനിധീകരിക്കുന്ന പുൽക്കൂടാണ് നമ്മൾ ഉണ്ടാക്കാറ്. കാരണം നമ്മുടെ ചിന്ത ശിശു പ്രസവിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് കിടത്തിയ സ്ഥലമാണ്. നമ്മൾ ഉണ്ടാക്കുന്ന ക്രിബിൻ്റെ മുന്നിലാണ് വിദ്വാൻമാരെ സാധാരണഗതിയിൽ രാജാക്കന്മാരെയൊക്കെ വയ്ക്കാറ്. 3 രാജാക്കന്മാരെ. 3 എന്നുള്ളത് അവർ കൊടുത്ത ഒരു സമ്മാനത്തിൻ്റെ പേരിലാണ് കൊടുക്കുന്നത്. എന്നാൽ സത്യത്തിൽ വിദ്വാൻമാർ പോയി കണ്ടത് എവിടെയാണെന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. അവരൊരു വീട്ടിൽ അമ്മയായ മറിയത്തിൻ്റെ അടുത്ത് കിടക്കുന്ന കുഞ്ഞിനെയാണ് പോയി കണ്ടത്. അവിടെ ചെന്ന് നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് അവർ സമ്മാനങ്ങൾ സമർപ്പിച്ചു എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, മറിയത്തിന് പ്രസവിപ്പാൻ കാലമായി. മറിയം പ്രസവിച്ചു, ശീലകളിൽ പൊതിഞ്ഞു. എന്നിട്ട് സ്ഥലം അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ സ്ഥലം അന്വേഷിച്ചപ്പോൾ അവിടെയുള്ള മിക്കവാറും സ്ഥലങ്ങളിലൊന്നും വേക്കൻസി ഉണ്ടായിരുന്നില്ല. അവസാനം ഇവരുടെ അവസ്ഥ കണ്ടിട്ട് ഒരു മനസ്സലിവ് തോന്നിയ ഒരു വീട്ടുടമസ്ഥൻ തങ്ങളുടെ വീടിനോട് ചേർന്നുള്ള ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ സ്ഥലത്തിന് പ്രത്യേകതയുണ്ട്. ഈ ധാരാളം പേര് ഈ സെൻസസ് എടുക്കാനായിട്ട് വരുമ്പോൾ ഒത്തിരി മൃഗങ്ങളിലൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ
അപ്പോൾ മൃഗങ്ങളെ അതിനും കെട്ടണമല്ലോ. അപ്പോൾ ഈ അവിടെയുള്ള വീടുകളിൽ വലിയ തൊഴുത്ത് പോലെ ഈ മൃഗങ്ങളെ സംരക്ഷിക്കാനും അതിന് പുല്ല് കൊടുക്കാനും ഉള്ള പ്രത്യേക സ്ഥലങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഒരു സ്ഥലത്താണ് മറിയത്തിന് ഈ കുഞ്ഞിനെ കിടത്താനായിട്ട് പറ്റിയത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രധാനപ്പെട്ട ഒരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുക. മത്തായി സുവിശേഷം 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ ആ വിദ്വാൻമാർ അല്ലെങ്കിൽ രാജാക്കന്മാരുടെ അഡ്വൈസേഴ്സ് കൊണ്ടുവന്ന 3 കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടത്. അവർ എങ്ങനെ ഇതറിഞ്ഞു അല്ലെങ്കിൽ എന്ന ചോദ്യത്തിന് വലിയ പ്രസക്തിയുണ്ട്. അവർ വന്ന് കിഴക്ക് ദേശത്ത് എന്നാണ് ബൈബിളിൽ പറയുന്നത്. സത്യത്തിൽ കേരളത്തിൽ പിറവം എന്നൊരു സ്ഥലമുണ്ട്. അവിടെ യാക്കോബക്കാരുടെ ഒരു പള്ളിയുണ്ട്, കത്തോലിക്കരുടെ ഒരു പള്ളിയുണ്ട്, അടുത്തടുത്ത് തന്നെയാണ്. 2 പള്ളികൾക്കും പ്രതിഷ്ഠ രാജാക്കന്മാരുടെ പള്ളി എന്നറിയപ്പെടുന്നത്. അവർ വിശ്വസിക്കുന്നത് ഇന്ത്യയിൽ നിന്നാണ് രാജാക്കന്മാർ അല്ലെങ്കിൽ വിദ്വാൻമാർ അല്ലെങ്കിൽ വാനനിരീക്ഷകർ വന്നേന്നാണ്. എന്നാൽ ബൈബിൾ സ്കോളേഴ്സ് പറയുന്നത് അത് ബാബിലോണിയ രാജ്യത്തിൻ്റെ ഏതൊരു സ്ഥലത്തു നിന്ന് വന്നതായിട്ടാണ് കൂടുതൽ പണ്ഡിതമതം പറയുന്നത്. കാരണം പണ്ട് ഇസ്രായേൽ ആൾക്കാർ ബാബിലോണിയ രാജ്യത്ത് പിടിക്കപ്പെട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന പ്രശസ്തനായ ഒരു വ്യക്തിയായിരുന്നു ദാനിയേൽ. ഒരുപക്ഷെ ദാനിയേലിൻ്റെ അറിവിൽ നിന്നോ അവിടെയുള്ള ഈ പുരോഹിതഗണത്തിൽപ്പെടുന്ന പണ്ഡിതന്മാരായിരിക്കുന്ന ആൾക്കാർക്ക് ഒരുപക്ഷെ ജനിക്കാൻ പോകുന്ന രാജാവിനെക്കുറിച്ച് ചിലപ്പോൾ അറിവുണ്ടായിരുന്നിരിക്കാം. അവർ വന്നത് നിക്ഷേപപാത്രങ്ങളോടുകൂടിയാണ്. അതവർ കൊണ്ടുവന്നത് ഒരു നിക്ഷേപപാത്രം തുറന്നു, സ്വർണം സമർപ്പിച്ചു. മറ്റൊരു നിക്ഷേപപാത്രം തുറന്നു, കുന്തിരിക്കം സമർപ്പിച്ചു. മൂന്നാമത്തേത് മറ്റൊരു നിക്ഷേപപാത്രം തുറന്നു, അതിൽ നിന്ന് മീറ സമർപ്പിച്ചു. നാം ചിന്തിക്കേണ്ടതായ ഒരു യാഥാർത്ഥ്യമുണ്ട്. എന്താണ് ഈ നിക്ഷേപപാത്രങ്ങളുടെ അർത്ഥം? ഒന്ന്, നാം ബൈബിൾ പരിശോധിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്വം വെളിപ്പെടുത്താൻ രാജാക്കന്മാർക്ക് കൊടുക്കുന്ന ഒന്നാണ് സ്വർണം എന്ന് പറയുന്നത്. ശേബാരാജ്ഞിയൊക്കെ പണ്ട് സോളമൻ്റെ സ്ഥലത്ത് പോയപ്പോൾ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അതൊരു കസ്റ്റമായിരുന്നു. അവർക്കറിയായിരുന്നു ജനിച്ചത് ഒരു രാജാവാണെന്ന്. രണ്ടാമത്തത്, അവർ കൊടുത്തത് ഒരു കുന്തിരിക്കമായിരുന്നു. നോർമലി ഒരു ഡിവൈൻ നേച്ചർ, ഒരു ദിവ്യ സ്വഭാവം അത് വെളിവാക്കുവാനാണ് അത് കൊണ്ടുവന്നത്. നാം വായിക്കുമ്പോൾ ലേവ്യ പുസ്തകം 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ കർത്താവിൻ്റെ ദിവ്യത്വത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വാക്യം അവിടെയുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ
വിശുദ്ധനായ പൗലോസ് കൊലോസിയർക്കാർക്ക് എഴുതിയ ലേഖനം 2-9-10 വാക്യങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തു മുഴുവൻ മനുഷ്യനും മുഴുവൻ ദൈവമാണെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്തെന്നറിയാമോ? സാധാരണ ബർത്ത്ഡേ സമയത്ത് ഒരിക്കലും അനുയോജ്യമല്ലാത്തൊരു സമ്മാനമാണ് മൂന്നാമത്തെ നിക്ഷേപപാത്രത്തിൽ നിന്ന് അവർ പുറത്തെടുത്തത്. അത് മീറ ആയിരുന്നു. നമുക്കറിയാം, കർത്താവായ യേശുവിൻ്റെ മരണസമയത്ത് യോഹന്നാന്റെ സുവിശേഷം 19-38 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അരിമത്യക്കാരനായ ജോസഫ് ഒരു രഹസ്യ ശിഷ്യനെന്ന് വേണമെങ്കിൽ പറയാം. താൻ ചെന്ന് ഹെരോദാവിനോട് യേശുക്രിസ്തു മരിച്ച ബോഡി ആവശ്യപ്പെട്ടു. അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ കൂടെ യേശുവിൻ്റെ ഒരു രഹസ്യ ശിഷ്യനായിരുന്ന നിക്കോദമോസ് എന്ന് പറയുന്ന പ്രമാണിയായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ഒരു വിലയേറിയ ആ സുഗന്ധദ്രവ്യം ആയിട്ട് വന്ന് യേശുവിൻ്റെ ശരീരത്തെ ലേപനം ചെയ്ത് അടക്കാനിടയിൽ നല്ല ഒരു വിലയേറിയ ഒരു കല്ലറയിൽ എന്ന് പറഞ്ഞാൽ സ്വർണവും കുന്തിരിക്കവും കാണിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ രാജ്യത്വത്തെയും ദൈവത്വത്തെയുമാണെങ്കിൽ മീറ കാണിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ മരണശുശ്രൂഷയാണ്. എന്ന് പറഞ്ഞാൽ യേശു ജനിക്കുമ്പോൾ ജോസഫിനോട് പറഞ്ഞു, അവന് യേശു എന്ന് പേരിടണം. തൻ്റെ ജനത്തെ തൻ്റെ പാപങ്ങളിൽ നിന്ന് മോചിക്കാനിരിക്കുകൊണ്ട് യേശു എന്ന് പേരിടണം. എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, അറുക്കപ്പെടേണ്ട കുഞ്ഞാട്, മരിക്കാനായി ജനിച്ചവൻ, ആ യേശുക്രിസ്തുവിൻ്റെ പരമയാഗത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള ഒന്നാണ് ഈ മീറ എന്ന് പറയുന്നത്. 3 കാര്യങ്ങൾ അവർ കൊടുത്തതെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ 2025 ഈ ക്രിസ്മസ് സമയത്ത് ഈ കൊടുത്ത 3 കാര്യത്തിലൂടെ നമുക്ക് ദൈവത്തിന്, നമുക്ക് യേശുവിന് എന്തു കൊടുക്കാൻ കഴിയുമെന്നുള്ള ചോദ്യമുണ്ട്. ചുരുക്കം വാക്കുകൾ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കാം. എന്ത് കൊടുക്കാൻ കഴിയും? കർത്താവിന് എന്ത് നമുക്ക് സമ്മാനം കൊടുക്കാൻ കഴിയും? ഇവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കിയാൽ അറിയാം. അന്ന് കാലത്ത് ഇവൻ ബാബിലോണിൽ നിന്ന് വിചാരിക്കും, കിലോമീറ്ററുകൾ ഇറാൻ ഇറാഖ് എന്നൊക്കെ പറഞ്ഞ സ്ഥലമാണ്. അവിടെ നിന്ന് ഇപ്പോൾ 3 പേരെ വന്നെന്ന് കണക്കൂട്ട്. 3 പേരും അവരുടെ കൂടെ ഒരു 100 ആളും പരിചാരകന്മാരായിട്ടും അവരുടെ വസ്തുവകൾ പിടിച്ചേക്കുന്ന ആളായിട്ടും മൃഗങ്ങളെ നോക്കുന്ന ആൾക്കാരായിട്ടും ഒക്കെ വന്നിരുന്ന ഒരു വലിയ കൂട്ടമാണ് വന്നതെങ്കിൽ എത്രയോ കിലോമീറ്റർ അവർ സഞ്ചരിച്ച് കാണണം. മാസങ്ങളോ വർഷങ്ങളോ നീണ്ടൊരു യാത്രയാണ് അവർ നടത്തിയത്. എന്തായാലും 2 വർഷം മിനിമം. കാരണം നക്ഷത്രം കണ്ട നാൾ വെച്ച് നോക്കുമ്പോഴാണ് 2 വയസ്സിന് താഴെയുള്ളവരെ കൊല്ലാൻ ഹെരോദാവ് കൽപ്പിച്ചത്. 2 വർഷമെങ്കിലും യാത്ര ചെയ്തിട്ടുണ്ടാകാം എന്നൊരു ചിന്തയുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ കാലം മാതിരിയല്ല അന്നത്തെ കാലം. ഹോസ്പിറ്റലുകളില്ല, ഹോട്ടലുകളില്ല. എല്ലാം കണ്ടെത്തി കിലോമീറ്ററുകൾ സഞ്ചരിക്കണം. എന്നാൽ ഈ വിദ്വാൻമാർക്കൊരു കാര്യം അറിയാം. ഞങ്ങളുടെ കംഫർട്ട് സോൺ, ഞങ്ങളുടെ രാജാക്കന്മാരുടെ അടുത്തുള്ള സ്ഥാനം, ആ പൊസിഷൻസ്,
എല്ലാം മാറ്റിവെച്ച് വി ഹാവ് ഓൺലി വൺ എയിം. അതെന്താണ്? ഇസ്രായേൽക്കാർക്ക് വേണ്ടി ജനിച്ച രാജാവായി പിറന്നവനെ പോയി ആരാധിക്കണം. ഇതാണ് അവരുടെ ലക്ഷ്യം. എന്ന് പറഞ്ഞാൽ ആദ്യം അവർ യേശുവിന് വേണ്ടി സമർപ്പിച്ചത് അവർ കംഫർട്ടാണ്. ലക്ഷ്യം യേശുവിനെ ആരാധിക്കണം, യേശു ഉള്ളിടത്തേക്ക് പോകണം, കംഫർട്ടൊന്നൊക്കെ മാറ്റിവെക്കണം. നമ്മുടെ ജീവിതത്തിൽ എത്ര പേര് നമ്മുടെ സുഖസൗകര്യങ്ങൾ, കംഫർട്ടെല്ലാം യേശുവിന് വേണ്ടി മാറ്റിവെക്കും? ഇന്ന് നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു ആചാരത്തിന് വേണ്ടിയോ അനുഷ്ഠാനത്തിന് വേണ്ടിയോ ഗിൽറ്റുള്ള മനോഹരമായ ക്രിബും ക്രിസ്മസ് ട്രീയും കേക്കും വൈനും അതുപോലെ സമ്മാനങ്ങളും അതുപോലെ മെഗാ ഇവൻസും കുറച്ച് പാട്ടും ബഹളും, അതിൽ നമ്മുടെ കംഫർട്ടൊന്നും നശിക്കുന്നില്ല. പക്ഷേ വിദ്വാൻമാർ ചെയ്തൊരു കാര്യമുണ്ട്. ദേ ആർ റെഡി ടു ഗീവ് ദർ കംഫർട്ട്. അതുകൊണ്ട് ഒന്നാമത്തെ പ്രത്യേകത നമ്മുടെ കംഫർട്ട് സമ്മാനമായിട്ട് കൊടുക്കാനുള്ള ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഏറ്റവും ബെസ്റ്റായത് കർത്താവിന് കൊടുക്കണം. നമ്മളിങ്ങനെ വായിക്കുന്നു, അവർ സ്വർണം, അവർ ഈ മീറയും കുന്തിരിക്കും കൊടുത്തു. ഇത് വളരെ വിലയേറിയ സാധനങ്ങളാണ് കൊടുത്തത്, വളരെ വിലയേറിയത്. അവർ ചെറുതായിട്ടുള്ള ഒന്നല്ല കൊടുത്തത്. അത് കാണിക്കുന്നത് നമ്മൾ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ഏറ്റവും നല്ലതായിരിക്കണം. അവർക്ക് അതിലൊരു നിർബന്ധം ഉണ്ടായിരുന്നു. ജനിച്ചത് ഇസ്രായേൽക്കാരുടെ രാജാവാണെങ്കിൽ, രാജാവ് മാത്രമല്ല ദൈവിക സ്വഭാവമുള്ള ദൈവം തന്നെയായ, മനുഷ്യരെ രക്ഷിക്കാൻ വന്ന രക്ഷകനായ ഒരു ദൈവത്തിൻ്റെ ജനനമാണ് എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് അവർ ഏറ്റവും ബെസ്റ്റായത് ദൈവത്തിനോട് സമർപ്പിക്കാനിടയി. നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി ഏറ്റവും ബെസ്റ്റ് കൊടുക്കാൻ തയ്യാറുണ്ടോ? അതോ നമ്മുടെ ബെസ്റ്റിൽ എന്തൊക്കെ പെടും? നമ്മുടെ സമയം പെടും. ദൈവം നമുക്ക് നൽകുന്ന സമയം, ഈ ടൈം ഈസ് ഗോൾഡ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ സമയം എന്തൊക്കെ വിലയേറിയതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു അതെല്ലാം നമുക്ക് സമർപ്പിക്കാൻ പറ്റും. അവർ നിക്ഷേപപാത്രങ്ങൾ തുറന്നിട്ട് നിലം പറ്റി വണങ്ങി ദൈവത്തെ നമസ്കരിച്ചു എന്നാണ് കാണുന്നത്. നമ്മൾ വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ലീഡേഴ്സ് അല്ലെങ്കിൽ എൽഡേഴ്സ് തങ്ങളുടെ കിരീടങ്ങളെ എറിഞ്ഞു കളഞ്ഞത് കർത്താവിനെ സ്തുതിച്ചു എന്നാണ്. ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തിന് മുമ്പിൽ ഈ ലോകത്തിലെ ഒരു പേരും പ്രശസ്തിയും ഒന്നും വലുതല്ല. അടുത്തുകൂടാൻ കഴിയാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും കാലസമ്പൂർണതയിൽ ഭൂമിയിലേക്ക് വന്ന സകലത്തിൻ്റെ സൃഷ്ടാവായ കർത്താവായ യേശുക്രിസ്തുവിനെ ആരാധിക്കുവാൻ, നമിക്കുവാൻ നാം പോകുമ്പോൾ ലോകപ്രകാരമുള്ള നശിച്ചു പോകുന്ന ഒന്നിനും ഒരു വിലയില്ല. മൂന്നാമത്തെ കാര്യം നമ്മളിവിടെ കാണുന്നത്, കർത്താവ് ഭൂമിയിലേക്ക് വന്നത് നമുക്ക് വേണ്ടി മരിക്കാനാണ്. അതുകൊണ്ടാണ് അവർ ഈ മീറ കൊണ്ടുവന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ ഒരു ജീവിതകഥ എഴുതിയാൽ, കർത്താവിനെ അറിഞ്ഞവരുടെ ഒരു ജീവിതകഥ എഴുതിയാൽ, ആ ജീവിതകഥയിൽ
മെയിൻ ക്യാരക്ടർ നമ്മളല്ല, നമ്മെ രക്ഷിച്ച നമ്മുടെ കർത്താവാണ്. സർവശക്തനായ കർത്താവ്, നമുക്ക് വേണ്ടി യാഗമർപ്പിച്ച കർത്താവ്, നമുക്ക് വേണ്ടി പാടുപീടുകൾ സഹിച്ച കർത്താവ്, നമുക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റ് വീണ്ടും വരുവാനിരിക്കുന്ന കർത്താവ്. ആ കർത്താവിനെ നമ്മുടെ ഹൃദയത്തിൻ്റെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുക എന്നുള്ളതാണ് ലോഡ്ഷിപ്പ്. അതാണ് നമുക്ക് കർത്താവിന് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് ഈ ക്രിസ്മസ് ടൈമിൽ കർത്താവിന് കൊടുക്കാൻ കഴിയുന്ന മൂന്നാമത്തെ കാര്യം, പ്രധാനപ്പെട്ട കാര്യം, ഒന്ന് നമുക്കുള്ള നല്ലതായ എല്ലാ കാര്യങ്ങളും, നമ്മുടെ കംഫർട്ട് സോൺസ്. മൂന്നാമത് പറയുന്നത് നമ്മുടെ ലോഡ്ഷിപ്പ്, കർത്തൃത്വം. അത് നമ്മൾ കർത്താവിന് കൊടുക്കണം. നാലാമത്, ഒരു മനുഷ്യനെ സംബന്ധിച്ച് ദൈവത്തിന് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും അർഹമായിരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും വിലയേറിയതായ ഒരു കാര്യമാണ് ആരാധന എന്ന് പറയുന്നത്. നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന അനുഭവം. ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിനെ ആരാധിക്കുക. ഇന്ന് പലർക്കും അത് ലജ്ജയാണ്. തങ്ങളുടെ പൊസിഷൻസ്, തങ്ങളുടെ രാഷ്ട്രീയ ഭാവി, തങ്ങളുടെ മറ്റുള്ള ഓരോ കാര്യങ്ങളും, ആഭിജാത്യം, പാരമ്പര്യം, ഇതൊക്കെ യഥാർത്ഥ ആരാധനയെ തടസ്സപ്പെടുത്തുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വചനമായിരിക്കുന്ന ബൈബിൾ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ആരാധിക്കേണ്ടവനെ ആരാധിക്കണം. അത് പഴയ നിയമത്തിൽ നോക്കിയാൽ മോശ ഫറവോയോട് പറഞ്ഞു. ഫറവോയെ ദൈവമായിട്ട് ആരാധിച്ച സ്ഥലത്ത് മോശ പറഞ്ഞു, എൻ്റെ ജനത്തെ എന്നെ ആരാധിപ്പാൻ വിട്ടയക്കണം. ബാബിലോണിൽപ്പെട്ട ആ ബാലന്മാർ പറഞ്ഞു, ഞങ്ങൾ മരിച്ചാലും വേണ്ടില്ല, തീച്ചൂളയിൽ നിന്ന് രക്ഷപ്പെട്ടാലും രക്ഷപ്പെട്ടില്ലെങ്കിലും വേണ്ടില്ല, പക്ഷെ ഞങ്ങൾ രാജാവിൻ്റെ ബിംബത്തെ നമസ്കരിക്കില്ല. കാരണം ആരാധനയ്ക്ക് യോഗ്യൻ ദൈവം മാത്രമാണ്. അതുകൊണ്ട് ദൂരയാത്ര കഴിഞ്ഞ് മറ്റു സംസ്കാരത്തിൽ നിന്ന്, മറ്റുള്ള വിദ്യാഭ്യാസത്തിൽ നിന്ന്, മറ്റുള്ള കാര്യങ്ങളിൽ നിന്ന് അന്വേഷണ കുതികളായിട്ട് വന്ന ഇവർ നിക്ഷേപ പാത്രങ്ങളെ തുറന്ന് നിലമ്പറ്റെ അവർ ദൈവത്തെ ആരാധിച്ചു. അപ്പോൾ ഈ ക്രിസ്മസ് ടൈമിൽ നമുക്ക് ദൈവത്തിന് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് ഒരു കേക്കോ, തൂക്കിയിടുന്ന നക്ഷത്രമോ, ഉണ്ടാക്കുന്ന ക്രിബോ, ക്രിസ്മസ് കരോളോ ഒന്നുമല്ല. മറിച്ച് ദൈവത്തെ അതുപോലെ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുള്ള ആരാധന, സമർപ്പണമാണ് ആരാധനയുടെ ഏറ്റവും അടിസ്ഥാന ഘടകം. എന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് നൽകിയതിന് ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുന്ന അനുഭവം. അടുത്തതായ അഞ്ചാമത്തതായ കാര്യം, നമ്മുടെ ജീവിതം ദൈവത്തിന് സമർപ്പിക്കണം എന്നുള്ളതാണ്. ഇത് വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കംഫർട്ട്, നമ്മുടെ ബെസ്റ്റ്, നമ്മുടെ ലോഡ്ഷിപ്പ്, നമ്മുടെ വർഷിപ്പ്, ഇനി അതിനേക്കാൾ വലുതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ജീവിതം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ നമുക്കൊരു കാര്യം അറിയാം. നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ടാണ് ഒരു പ്രത്യേകത. ഈ യേശുവിൻ്റെ ബർത്ത്ഡേയുടെ അന്ന് മീറ കൊണ്ടുവരാൻ കാരണം ഡെഡ് ബോഡിയിൽ എംബാം ചെയ്യുന്ന ഒരു സുഗന്ധദ്രവ്യമാണ്. അതെന്താണ് അതിൻ്റെ അർത്ഥം? യേശു ഇസ്രായേലർക്ക് വേണ്ടി മാത്രമല്ല, ഈ ലോകത്തിലെ സകല ജാതികൾക്കും വേണ്ടി മരിക്കാൻ വന്നതാണ്. ജന്മത്തിൽ തന്നെ അവിടെ ഒരു മരണത്തിൻ്റെ ഒരു ചിന്തയുമുണ്ട്. അങ്ങനെയാണെങ്കിൽ
പാപസംബന്ധമായി യേശു എന്തിനാ മരിച്ചത്? പാപത്തിന് വേണ്ടി മരിച്ചത്. അങ്ങനെയാണ് ഈ പാപസംബന്ധമായിട്ട് നമുക്ക് വേണ്ടി മരിച്ച യേശുവിന് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ് പരമപ്രധാനമായ കാര്യം. അല്ലാതെ ഒരു സമയം ഒരു ക്രിസ്മസ് ഈവൻ്റ് കടന്നു പോയതുകൊണ്ടല്ല. നമുക്ക് തീരുമാനമെടുക്കാനുള്ള സമയമാണ്. എനിക്ക് വേണ്ടി മരിച്ച, എനിക്ക് വേണ്ടി രക്തം വാർന്നൊഴുകിയ, മരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് വീണ്ടും വരുമെന്ന് പറഞ്ഞ, സ്വർഗാരോഹണം ചെയ്ത യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം. അതുകൊണ്ടായിരിക്കാം വിശുദ്ധനായ പൗലോസ് കൊരിന്തോസുകാർക്ക് ലേഖനം എഴുതിയപ്പോൾ ഇങ്ങനെ എഴുതി: കർത്താവിൻ്റെ മരണത്തെ നമ്മൾ പ്രസ്താവിക്കണം. ക്രൂശിക്കപ്പെട്ട യേശുവിനെ ഞാൻ പ്രസംഗിക്കുന്നു. സുവിശേഷത്തിന് ശക്തിയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെയും ദൈവത്തിന് സമർപ്പിക്കാനുള്ള സമയമാണ് ഈ ക്രിസ്മസ് ടൈം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ജൂലൈ മാസം ഒരു മരണകരമായ സാഹചര്യത്തിലൂടെ ഞാൻ കടന്നുപോയി. 3 ഫുൾ ബ്ലോക്ക്, 25-30% മാത്രം ഹാർട്ട് പമ്പിങ്. പക്ഷെ സ്വർഗത്തിലെ ദൈവം മരണത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചു. മരണത്തിന് നീക്കുപോക്കൾ ദൈവത്തിനുള്ളതാണ്. അതുകൊണ്ട് തന്നെ തുടർന്നുള്ള ഓരോ നിമിഷത്തിൻ്റെയും വില ഇന്നെനിക്ക് മനസ്സിലാക്കാൻ കഴിയും. മരണത്തിൽ നിന്നുള്ള വില 100% മനസ്സിലാക്കിയൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, 3 കാര്യങ്ങളാണ് വിദ്വാൻമാർ വന്നു കൊടുത്തത്: സ്വർണം, മീറ, കുന്തിരിക്കം. അതിലൂടെ നമ്മൾ നോക്കിയാൽ 5 കാര്യങ്ങളാണ് നമുക്ക് കൊടുക്കാൻ കഴിയുക. നമ്മുടെ കംഫർട്ട്, നമുക്ക് ഏറ്റവും നല്ലതാകുന്ന അവർ ബെസ്റ്റ്, പിന്നെ ലോഡ്ഷിപ്പ്, കർത്തൃത്വം, നമ്മുടെ ആരാധന, നമ്മുടെ ജീവിതം. അത് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ഈ ക്രിസ്മസ് അർത്ഥപൂർണവും അനേകർക്ക് മാതൃകയും അനേകരെ യേശുവിലേക്ക് കൊണ്ടുവരുന്ന അതുല്യമായൊരു അനുഭവത്തിനും വരുവാനായിട്ടിടയോ. ഞാനിത് പറഞ്ഞുകൊണ്ട് കേക്ക് കഴിക്കേണ്ട എന്നോ ആഘോഷിക്കേണ്ട എന്നൊന്നും അതിനർത്ഥമില്ല. പക്ഷെ അർത്ഥസമ്പൂർണമായ ഒരു ക്രിസ്മസ് ആഘോഷത്തിനായിട്ട് നിങ്ങളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക എന്ന് മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഹാപ്പി ക്രിസ്മസ് and give the best to the Lord. God bless you.